നവീകരണം പാളി. എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡിൽ 1.5 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച ബസ് സ്റ്റാൻഡ് ഇപ്പോഴും വെള്ളക്കെട്ടിൽ തന്നെ. സ്റ്റാൻഡിന് ചുറ്റും മലിനജലം നിറഞ്ഞതോടെ യാത്രക്കാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. 1.5 കോടി രൂപ ചെലവിൽ നവീകരണം പൂർത്തിയാക്കി 3 മാസം മുമ്പാണ് അന്നത്തെ ഗതാഗത മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ KSRTC ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തത്. മഴയൊന്നു പെയ്താൽ വെള്ളത്തിലായിരുന്ന പഴയ ബസ് സ്റ്റാൻഡിന് പകരം വെള്ളം കയറാത്ത പുതിയ ബസ് സ്റ്റാൻഡായിരുന്നു മന്ത്രി നാടിന് സമർപ്പിച്ചത്. എന്നാൽ ഇന്നലെയും ഇന്നും പെയ്ത ശക്തമായ മഴയിൽ ബസ് സ്റ്റാൻഡ് വെള്ളത്തിലായി. സ്റ്റാൻഡിന് ചുറ്റും വെള്ളം നിറഞ്ഞു. മലിനജലത്തിൽ ചവിട്ടാതെ വെള്ളത്തിലും സ്റ്റാൻഡിനുള്ളിലും കയറാനാകില്ല. നവീകരിച്ച ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് AC വിശ്രമമുറി അടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ വെള്ളത്തിൽ നീന്തി മാത്രമേ ഇവിടെ എത്താനാകൂ. മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങളില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് യാത്രക്കാർ പറയുന്നു. യാത്രക്കാരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനി ഏത് ഭരണം വന്നാലും അതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ പറഞ്ഞില്ല. അത് മാറണമെങ്കിൽ സൈഡ് ഓട ക്ലിയർ ആവണം, അല്ല നടക്കത്തില്ല. അകത്ത് തന്നെ ഇട്ടുകൊണ്ട് പുറം വൃത്തിയാക്കിയ ഒരു കാര്യമില്ല. നവീകരിച്ച ബസ് സ്റ്റാൻഡിൽ നിലവിൽ വെള്ളം കയറിയില്ലെങ്കിലും ശക്തമായ മഴ തുടർച്ചയായി പെയ്താൽ പുറത്ത് കെട്ടിനിൽക്കുന്ന വെള്ളം സ്റ്റാൻഡിനകത്തേക്ക് കയറും. സ്റ്റാൻഡിനു ചുറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളം യാത്രക്കാർക്കുണ്ടാക്കുന്ന ദുരിതവും ചെറുതല്ല. ജനം, കൊച്ചി.